ദ ലോർഡ്, ആവേ മരിയ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യം. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. തോമാസ് ലീഹ ഏറ്റുപറഞ്ഞ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന ഏറ്റുപറച്ചിലിൻ്റെ സന്തോഷമൊക്കെ ഇന്നലെ പുതുഞായറിലൂടെ അനുഭവിച്ച് ദൈവകരുണയിൽ നമ്മെ തന്നെ മുക്കിയെടുത്ത സന്തോഷത്തിലായിരിക്കുമല്ലോ എല്ലാവരും. ഞാൻ അങ്ങനെയോ സന്തോഷത്തിലാണെന്ന് എൻ്റെ കൂട്ടായ്മയിലുള്ളവർക്കൊക്കെ അറിയാം. അവരങ്ങനെ അന്വേഷിച്ചിട്ടുമുണ്ട്. എല്ലാത്തിനും നന്ദി. എൻ്റെ ആത്മീയത എന്നും തൊട്ടറിയുന്ന ഒരു കൂട്ടായ്മ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദിവികാരുണ്യ മിഷസഭയുടെ നിയമാവലി 2-ാം നമ്പറിൽ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ പിതാവ് മാർ തോമാസ് ലീഹ ഏറ്റുപറഞ്ഞ എൻ്റെ കർത്താവേ എൻ്റെ ദൈവം എന്നുള്ള അനുഭവം സ്വന്തമാക്കുകയാണ് ഒരു ദിവികാരുണ്യ മിഷണറി സഭാംഗത്തിൻ്റെ കടമ എന്ന് പറയുന്നത്. ഒരിക്കൽ ഞങ്ങളൊരു പട്ടത്തിന് പോകുമ്പോൾ വഴി തിരക്കാൻ വേണ്ടി ഫ്രണ്ട് ഡോറിൻ്റെ ചില്ല് താഴ്ത്തി ഞാൻ ഉറക്കി ചോദിച്ചു, ചേട്ടാ ഇന്ന സ്ഥലത്തേക്കുള്ള വഴി ഏതാ? പിന്നിലിരുന്ന ആത്മീയ കൂട്ടായ്മ ചോദിച്ചു. അപ്പൻ്റെ സ്വരമാണല്ലോ. അതെ, നമ്മുടെ പിതാവിൻ്റെ ആ ആത്മീയത, ആ സ്വരം, അത് റീച്ച് ഔട്ട് ചെയ്യുക നമ്മുടെ കടമയാണ്. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള ഏറ്റുപറച്ചിലെ സ്നേഹത്തിൻ്റെ ശബ്ദം, ത്യാഗത്തിൻ്റെ ശബ്ദം, രക്തസാക്ഷിത്വത്തിൻ്റെ ശബ്ദം, അതിന് സ്നേഹത്തിൻ്റെ ഭാഷയുണ്ട്. ഫ്രഞ്ച് ഭാഷയെ ദ ലാംഗ്വേജ് ഓഫ് ലവ് എന്നാണ് വിളിക്കുക. ഞാൻ എൻ്റെ പാട്ടുകൾ ഫ്രഞ്ച് ഭാഷയിൽ ആക്കാറുണ്ട്. അത് വിശുദ്ധ കൊച്ചുരേശിയായുള്ള ആത്മീയ ബന്ധം കൊണ്ടാണ്. ഞങ്ങൾ ദിവികാരുണ്യ മിഷസഭക്കാർ പണ്ട് വ്രതം ചെയ്തിരുന്നത് മെയ് 17-ാം തീയതി ആണ്. അത് വിശുദ്ധ കൊച്ചുരേശിയായ വിശുദ്ധിയായി പ്രഖ്യാപിച്ച ദിനമാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ആ ഭാഷയിലൊക്കെ ഗീതമാക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം വിതുമ്പാറുണ്ട്. ഇതുപോലെ തന്നെയാണ് കഞ്ചിക്കോട് മാതാവുമായുള്ള ആത്മീയത. വേളാങ്കണ്ണിയിൽ വെച്ചാണ് കഞ്ചിക്കോട് മാതാവ് സ്വർഗീയമായ ജപമാല നൽകിയത്. കഞ്ചിക്കോടിനും തമിഴ്നാടിനോട് ഒരടുപ്പമുണ്ട്. അതുകൊണ്ട് തമിഴ് ഭാഷയിലും എൻ്റെ ഗീതങ്ങൾ ആക്കി ഞാൻ ശ്രവിക്കുമ്പോൾ എൻ്റെ ഹൃദയം വിതുമ്പാറും. നമ്മിലൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയുണ്ട്. അത് പലപ്പോഴും ഈശോ മനസ്സിലാക്കി തരും. വചനത്തിന് ആ സ്നേഹത്തിൻ്റെ ഭാഷയാണുള്ളത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തോമാസ് ലീഹയൊക്കെ തൻ്റെ ശരീരം ബലിപീഠവും അൾത്താരവിരിയുമായൊക്കെ സമർപ്പിച്ചതിൻ്റെ ഫലമാണ് രക്തസാക്ഷി. കൊച്ചുരേശിയായും അതൊക്കെ ഏറ്റുപറയുന്നുണ്ട് പലപ്പോഴും. അൾത്താരയിൽ ആയിരിക്കുമ്പോൾ അൾത്താരയാണ്, വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ഉറവിടം, നമ്മുടെ ലക്ഷ്യം. ആ സ്നേഹാത്ഭുതം നമുക്ക് സ്വന്തമാക്കാം എന്ന് പങ്കുവയ്ക്കാനും തോമാസ് ലീഹ റീച്ച് ഔട്ട് ചെയ്ത് ഏറ്റുപറഞ്ഞു. തോമാസ് ലീഹയുടെ സ്വരത്തിൽ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ ആ ശബ്ദത്തിൽ, ആ ത്യാഗത്തിൻ്റെ ശബ്ദം, സ്നേഹത്തിൻ്റെ ശബ്ദം, രക്തസാക്ഷിത്വത്തിൻ്റെ ശബ്ദം നമ്മൾ സ്വന്തമാക്കിയ മരിക്കാതെ സഹിക്കാൻ സ്നേഹം എല്ലാം സഹിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യാനുഭവങ്ങൾ ചൊല്ലാമേറ്റു ചൊല്ലാം എൻ കർത്താവേ എൻ ദൈവമേ.